ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ചായൻ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ റോണി സക്കറിയ, അഡ്വക്കേറ്റാണ്. ഇവിടുത്തെ കേസുകളൊക്കെ ഞാനാ നോക്കുന്നത്. ഹായ്. സെലേന ഞാൻ കരുതിയതിലും സുന്ദരിയാണ് കേട്ടോ. അച്ചായനോ? അകത്തുണ്ട്. വക്കീലേ, ഗുഡ് മോർണിംഗ്. അച്ചായന് മൊത്തത്തിൽ നല്ല ടൈമാണല്ലോ. അതെന്നതാ വക്കീലേ? അല്ല, നമ്മൾ പൊതുവെ തോക്കുന്നു വിചാരിച്ച കേസാണല്ലോ ഇത്. വക്കീലേ, സർക്കാരിനി അപ്പീലിനോ മറ്റോ പോവോ? ഏയ്, അതിനുള്ള പണി ഞാൻ കോടതിക്ക് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അന്തിമ വിധിയാന്ന് ഉറപ്പിക്കല്ലേ? പിന്നല്ലാതെ അന്തിമ വിധി. ഇനിയിപ്പോ താലൂക്ക് ഓഫീസിൽ ചിലരുടെ മിനുക്ക് പണികളുണ്ട്, അത് ഞാൻ ചെയ്തോളാം. നമ്മുടെ എസ്റ്റേറ്റിന്റെ അതിര ഓർമ്മയില്ലേ? ഒന്ന് പോയി കണ്ടുകളാം. എൻ്റെ വക്കീലേ, ഞാൻ എൻ്റെ കെട്ടുകളും വരെ മക്കളെയൊക്കെ മറന്നുപോയേക്കാം, എന്നാലും ഭൂമിയുടെ അതിര് മടക്കുകയില്ല. ആധാരം മുഴുവൻ നമ്മുടെ മനസ്സിലാ കിടക്കേണ്ടതെന്ന് എൻ്റെ വലിയ പാപ്പൻ പറയുമായിരുന്നു. ചായ കുടിക്ക്. മാഡത്തിന്റെ വീട് അങ്ങ് കോന്നിക്കപ്പുറത്താ. അവളുടെ വീട്ടുകാർക്കൊരു സഹായം, എനിക്കൊരു കൂട്ട്. ചെല്ലേ. കണ്ണോടി, അറവിടം വീണ്ടും വീണ്ടും നിന്ന് കൊലയ്ക്കുന്നത്. കൊലിച്ചു നിൽക്കുന്ന ആ എസ്റ്റേറ്റ് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. ഓ, നീ കണ്ടിട്ടില്ലല്ലോ? കൊണ്ടുപോയി കാണിച്ചേക്കാം. ഇന്ന് പോയാലോ? ഇന്ന് ഈ എസ്റ്റേറ്റിൽ ഇച്ചിരി പണിയുണ്ട്. ഈ അറവിടൻ സിംഹത്തിന് ഇന്ന് ഇത്തിരി ശൗര്യം കൂടുതലാണല്ലോ. ശൗര്യം കൂടാതെ ഒക്കെയല്ലോ. ഇങ്ങോട്ട് നീ കണ്ടില്ല എന്ന് പറഞ്ഞ ആ എസ്റ്റേറ്റില്ലേ, അത് നോക്കിയേ. ആ കുന്ന് കണ്ടു, അവിടം തൊട്ട് തുടങ്ങി ആ പുഴയുടെ അതുവരെ. പിന്നെ ആ വെള്ളച്ചാല് കണ്ടു, അവിടെ നിന്ന് അങ്ങോട്ട് ആ കുന്നിനപ്പുറം വരെ. പിന്നെ വാ, ഇത് കുറേ ഉണ്ടല്ലോ. ആ പള്ളി കണ്ടു, അവിടെ നിന്ന് അങ്ങോട്ട്. ഒക്കെയും നിനക്ക് ആനന്ദിക്കാൻ വേണ്ടി ഈ അച്ചായം വെട്ടിപ്പിടിച്ച സാമ്രാജ്യമല്ലേടി എൻ്റെ മഹാറാണി. പിന്നെ ഞാൻ വന്നേ പിന്നല്ലേ ഈ ചക്രവർത്തി കേസൊക്കെ ജയിക്കാൻ തുടങ്ങിയത്. അതങ്ങനെയാ. എല്ലാ വലിയ പാപ്പം പറയുമായിരുന്നു, അറവീടന്മാർക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതേ പെണ്ണുങ്ങളുടെ കാലിടയിൽ നിന്ന്. നമുക്കങ്ങോട്ട് ആനന്ദിക്കാടി. എന്നാ എനിക്കും കൂടി ഇച്ചിരി താ. അത് പറ്റില്ല. അതെന്നാന്നറിയോ, എൻ്റെ അനിയൻ അമേരിക്കയുള്ള നാറ് ജോഡി നിനക്കറിയില്ലേ? അവൻ വിലോയെ കെട്ടിക്കൊണ്ടുവന്ന പുതുമോടിക്ക് ഒരു ദിവസം 2 പെഗ് അവ കൊഴിച്ചു കൊടുത്തു. 2 4 4 8 പിന്നെ കണക്കില്ലാതായി. കൊടുക്കാം, അവൾ അവൻ്റെ കീഴ്താപ്പി ചവിട്ടി കലക്കി കിടന്നു. അതിനൊന്നുമില്ല, അറവീട്ടിലെ പെണ്ണുങ്ങൾക്ക് വെള്ളവടി വേണ്ടെന്നൊന്ന് തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? ഞങ്ങൾ അറവീട്ടിലെ ആണുങ്ങളങ്ങ് തീരുമാനിച്ചു. പിന്നെ നിന്റെ പരമാനന്ദം അത് ഞാനല്ലേ. ഒരു പരമാനന്ദം നിങ്ങക്ക് എങ്ങനെ ഉണ്ടാക്കാനല്ല അറിയൂ.
അതെ, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. പിന്നെ എടാ ജിൻസെ കേറിയടാ വാടാ. ആ ഡോറെ പിടി പിടി ചേട്ടനൊന്നും ഇങ്ങ് മാറി. ജിൻസെ കേറ്. അതെ, ബുദ്ധിമുട്ടായോ? ഒരു കുഴപ്പമില്ല, അവര് നോക്കിക്കോളൂ. എടുത്തോടാ. അതൊക്കെ കൊണ്ടുപോകുള്ളൂ. നീ ഇങ്ങോട്ട് വാടാ. നീ ഇങ്ങ് വന്നിട്ടേ നീ ഇങ്ങോട്ട് വന്നു. സോറി ശ്രദ്ധിച്ച്. ലെഫ്റ്റിലേക്ക്. ലെഫ്റ്റ് ആ തല തല ആദ്യം തിരിയട്ടെ. തിരിച്ചു. ആ ഓക്കെ. തട്ടല്ലേ മുട്ടല്ലേ. നോക്കി സൂക്ഷിച്ച്. ഒരുമിച്ചേ 1 2 3 വാ. ഒന്ന് പയ്യെ വെക്കടാവേ, ഒരു മനുഷ്യരല്ലേ. ചേച്ചി ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും. ആ വാടാ പിള്ളേരെ. പൊക്കോട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. ഞാനങ്ങനെ ചെയ്യും തോന്നുന്നുണ്ട് ബേബി. എന്റെ കരണം പൊട്ടി മുളകേ. ബൈ, ഗുഡ് നൈറ്റ്. ഇനി ഷോ നാളെ.